Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. കുടുങ്ങി കുടുങ്ങി ഞാൻ ശരിക്കും കുടുങ്ങി. അയ്യോ സംശയമുണ്ടോ? പോപ്പട്ടെ താഴേക്ക് വാ. എടോ എന്റെ കപ്പലണ്ടിയും കടലയൊക്കെ താഴെ പോയി. ഇതിനാരും സമാധാനം പറയും? സോറി ചേട്ടാ, ഒരബദ്ധം പറ്റിയതാ. ഞാൻ ഇതിന്റെ പൈസ തരാം. ഈ കപ്പലണ്ടിയും കടലയും എത്ര രൂപയ്ക്കാ വിൽക്കുന്നേ? ഒരു പൊതിക്ക് 20 രൂപയാ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വില വെറും 100 രൂപ. 100 രൂപ. സംശയമുണ്ടോ? വേഗം വാങ്ങൂ. ഓർഗാനിക്, 0 കലോറി, നല്ല ചൂട് കപ്പലണ്ടി. വാങ്ങൂ വാങ്ങൂ. എനിക്കും വേണം കപ്പലണ്ടി. വേഗമാവട്ടെ. ആദ്യം വരുന്നവർക്ക് ആദ്യം തന്നെ കിട്ടും ചൂടുള്ള കപ്പലണ്ടി, കടല. സംശയമുണ്ടോ? നോക്കി നിൽക്കണം, വേഗം വിറ്റ് കാശാക്കാൻ നോക്ക്. ബേബി, ഇത് ഞാൻ നടന്നോണ്ട് കഴിക്കുകയാണെങ്കിൽ വേഗം മെലിഞ്ഞു കിട്ടില്ലേ? അതെ അതെ, കഴിച്ചു കഴിച്ചു. ഇതെന്തായാലും കൊള്ളാലോ. ഇവനെ ഉപയോഗിച്ച് എന്റെ കമ്പനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നീ എന്താ ഈ ചെയ്യുന്നേ? 20 രൂപയ്ക്ക് വിൽക്കേണ്ട കപ്പലണ്ടി 100 രൂപയ്ക്ക് വിൽക്കുവാണോ? കപ്പലണ്ടി അല്ലേ, ഗുണം മാത്രമേ ഉണ്ടാവൂ. ഈ പാവത്തിനൊരു സഹായമാവും. ആൾക്കാരുടെ ഹെൽത്തി ഡയറ്റിംഗ് നടക്കും. സംശയമുണ്ടോ? എന്റെ പേരാണ് ഐഡി. എല്ലാരും പറയും ലേഡി. എന്തായാലും താൻ ചെയ്ത കാര്യം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ നന്നാവാതിരുന്നിട്ടില്ല. സംശയമുണ്ടോ? അടിപൊളി, ഇടിവെട്ട് തകർത്തു. എന്റെ ലൈഫിൽ ഇതുപോലൊരു സെയിൽസ്മാനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്ക് യു താങ്ക് യു. തനിക്ക് എന്ത് വിൽക്കാനും സാധിക്കും. ഈ ലോകത്ത് തനിക്ക് വിൽക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐഡി നിങ്ങളുടെ ഫാൻ ആയിരിക്കുകയാണ്. അതെ മേഡം, ശരിക്കും ഇത് ഓവറല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറവാണ്. ഇയാളെ എത്ര പുകഴ്ത്തിയാലും മതിയായെന്ന് വരില്ല. അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ എന്റെ വില മനസ്സിലാക്കുമെന്ന്. സംശയമുണ്ടോ? ഒരു സംശയമില്ല, ഐഡിക്ക് എല്ലാം മനസ്സിലാകും. ഐഡിക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അത് വിൽക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ജനങ്ങൾക്ക് നല്ല പ്രോഡക്ട്സും കിട്ടും. കൂടാതെ ഐഡിയുടെ സാധനങ്ങളെല്ലാം വിറ്റ് പോവുകയും ചെയ്യും. അയ്യോ വേണ്ട. കൂട്ടുകാരെ, എന്റെ വലിയൊരു ഫാൻ അല്ലേ. എന്റെ ടാലന്റ് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാൽ അതുകൊണ്ട് എന്താ പ്രശ്നം? ഐഡി, ഞാൻ നിങ്ങളെ സഹായിക്കാം. സംശയമുണ്ടോ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നാളെ രാവിലെ 10 മണിക്ക് ഐഡിയുടെ ഓഫീസിലേക്ക് വരൂ. അവിടെ വെച്ച് കാണാം. അവരൊന്ന് പൊക്കി പറഞ്ഞപ്പോഴത്തേക്കും നീ അങ്ങ് പൊങ്ങിയോ? അവരെന്റെ ഒരു ആരാധികയാണ്, ഫാൻ, യുനോ. എന്റെ പേരാണ് ഐഡി. ജനങ്ങൾ വിളിക്കുന്നത് ലേഡി. നിങ്ങളെ പോലുള്ള കോവർ കഴുതുകളെ കൊണ്ട് ചുമടെടുപ്പിച്ച് നന്നായി ജോലി ചെയ്യിക്കാൻ ഈ ഐഡിക്ക് അറിയാം. നീ 10 ദിവസം പണിയെടുത്ത പൈസയുമായി എന്റെ അടുത്ത് വാ പോപ്പട്ടെ. അതിന്റെ അടുത്ത ദിവസം തന്നെ ഐഡി നാട് വിട്ടിരിക്കും, ഉറപ്പ്. നീ എങ്ങോട്ടാ പോയത്? ഞാൻ ജോലിക്ക് പോയതാ മേഡം. എനിക്കൊരു 15,000 രൂപ തരണം. 15,000 രൂപ കൊണ്ട് നീ എന്ത് ചെയ്യാനാ? മേഡത്തിനെ ഞാൻ ഫിറ്റ് ആക്കും. സംശയമുണ്ടോ? അതിന് ഞാൻ ഓൾറെഡി ഫിറ്റ് ആണല്ലോ. ദേ നോക്കിയേ. 15,000 ഫിറ്റ്നസും തമ്മിൽ എന്താ ബന്ധം? പ്രായം 19 ആയാലും 49 ആയാലും മേഡമാകും ഫിറ്റ് ആൻഡ് ഫൈൻ. കുറയ്ക്കുന്നു ശരീരത്തിലെ എക്സ്ട്രാ ഫാറ്റ്, മേഡത്തിന്റെ ശരീരത്തെയാക്കും ഫിറ്റ്. അതാണ് ഈ സ്ലിം ബെൽറ്റിന്റെ ഗുണം. മാഡത്തിന് ഇതിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. എങ്കിൽ എന്റെ കയ്യിൽ സോപ്പ്, എണ്ണ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സംശയമുണ്ടോ? എടാ മേഡത്തിന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. പോപ്പട്ടും കഴുതയെന്നാ എനിക്ക് തോന്നുന്നത്. നിൽക്കൂ കുട്ടികളെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്. പോപ്പറ്റെ, നീ എന്തായാലും ആദ്യമായല്ലേ ജോലി തുടങ്ങുന്നത്. എന്നാൽ ആദ്യത്തെ സാധനം ഞാൻ തന്നെ വാങ്ങിക്കാം. ഇതിൽ ഏറ്റവും വില കൂടിയ സാധനം എനിക്ക് തന്നോളൂ. എങ്കിൽ ഈ ക്രീം എടുത്തോളൂ. ഇതിന് വെറും 5,000 രൂപ മാത്രമേ ഉള്ളൂ. പോപ്പട്ടെ, ഇതുപോലെ എല്ലാ സാധനങ്ങളും എല്ലാരടുത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും ഒന്നും വാങ്ങില്ല. ആദ്യം കസ്റ്റമറെ സെലക്ട് ചെയ്യ്, എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്ക്.
കൊള്ളാം, അതൊരു നല്ല ഐഡിയ ആണ്. സംശയമുണ്ടോ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. പക്ഷെ തെറ്റാ നീ ചെയ്യുന്നത്. ആ ലേഡി അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. വണ്ടി പറഞ്ഞത് ശരിയാണ് പോപ്പട്ടെ. അവർ തന്നെ നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമേഴ്സിനും പ്രോഡക്റ്റ് കൊണ്ട് ഉപയോഗം ഉണ്ടാവുമല്ലോ. ഹലോ ഡോക്ടർ ബാലു, താങ്കൾ ചെളിയിൽ വല്ലതും വീണായിരുന്നോ? ഇവിടെ ഒരു തന്റെ തലയെന്ന ചെളിക്കുണ്ടില് ബുദ്ധി എന്ന ചെടി പുഴു തിന്നിരിക്കുകയാണ്. ഞാൻ ചെളിയിൽ വീണിരുന്നെങ്കിൽ ഇവിടെ ക്ലിനിക്കിൽ വന്നിരിക്കുമായിരുന്നോ? അതും ശരിയാ. താങ്കളുടെ മുടിയുടെ ബലമൊക്കെ പോയതുപോലെയാ എനിക്ക് തോന്നുന്നത്. താങ്കൾ ബാലചന്ദ്ര എണ്ണ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. മുടിയുടെ ബലവും ആരോഗ്യവും വർദ്ധിക്കും, അതും 10 ദിവസത്തിനുള്ളിൽ. സംശയമുണ്ടോ? ഇവിടെ ഒരു നീ പറഞ്ഞതാണെങ്കിൽ എണ്ണ വളരെ നല്ലതായിരിക്കും, തന്നോളൂ. ആ എങ്കിൽ ഒരു 4000 രൂപ തരൂ. ഖന്ന സാറേ, സാറിന് മേക്കപ്പ് ചെയ്തായിരുന്നോ? ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ പറയും പാക്കപ്പ്. ഞാൻ എന്തിനാ വെറുതെ ചെയ്യുന്നത്? മേക്കപ്പ് അടികൈ. ഓ, സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ സാറിന്റെ മുഖത്ത് എന്തോ പ്രശ്നമുണ്ട്. എന്റെ അമ്മാവന്റെ മോൻ ഇന്നലെ വരച്ചോരും മരച്ചില്ല. ഈയിടെയായിട്ട് ഞാൻ നന്നായിട്ടൊന്നും കഴിക്കാറില്ല. നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി ഇതാ വിക്കിയുടെ വിറ്റാമിൻ. ഇതിലുണ്ട് A to Z വിറ്റാമിനുകളും. ഇതിന്റെ ഗുണം കിട്ടും വെറും 10 ദിവസത്തിനുള്ളിൽ. സംശയമുണ്ടോ? നീ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ സംശയിക്കാനില്ലല്ലോ. 2 കുപ്പി തന്നേക്ക്. ദാ, താങ്ക് യു കന്ന സാർ, താങ്ക് യു. ദാ. ആ. ദാ പിടിച്ചോ. 3 ദിവസം കൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ വിറ്റു. സംശയമുണ്ടോ? ഇവിടെ ഒരു നിന്റെ പേരാണ് പോപ്പട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിച്ചു വട്ട്. നീ എന്ത് പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് തന്നത്? കണ്ടില്ലേ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ? ഡോക്ടർ ബാലു, താങ്കളുടെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്നുള്ളൂ. താങ്കൾ എവിടെയാണ്? ഈ മുടിയുടെ കാടുകൾക്കുള്ളിലാണ്. പോപ്പട്ടിന്റെ എണ്ണ എന്നെ ഇങ്ങനെയാക്കി മാറ്റി. നോക്കൂ നോക്കൂ, ഇവന്റെ ക്രീം കാരണം എന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായെന്ന്. പക്ഷെ നിങ്ങൾ ആരാണ്? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്റെ ഹസ്ബൻഡ് ബോക്സർ ആണ്, ബോക്സർ. നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാനാണ്? എന്നെ എന്റെ ഹസ്ബൻഡ് പോലും ഇപ്പൊ നേരെ തിരിച്ചറിയുന്നില്ല. കോമഡികൾ കണ്ടാണ് ആൾക്കാർ ചിരിക്കുന്നത്. ടോയ്ലറ്റിന് പുറത്ത് ഞാൻ പായ വിരിച്ചാണ് കിടക്കുന്നത്. ഇത് നോക്കിയേ, നീ ഇത് കണ്ടില്ലേ? എന്റെ മുഖത്തെല്ലാം മുഖക്കുരു വന്നിരിക്കുന്നു. ഞാനിതെന്തായി ചെയ്തത്? എന്നോടുള്ള വിശ്വാസം കൊണ്ടാ എല്ലാവരും സാധനങ്ങൾ വാങ്ങിയത്. എന്നിട്ട് എല്ലാവർക്കും ഈ അവസ്ഥ വന്നല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടം വന്ന പോലെ അഭിനയിക്കുന്നത്? ആൾക്കാരെ വ്യാജ സാധനങ്ങൾ കൊടുത്ത് പറ്റിച്ചു. നീ ഫ്രോഡാണ്. ഞാൻ ഫ്രോഡല്ല, ഫ്രോഡ് ഐഡിയ ആണ്. ഞാൻ സത്യസന്ധമായി സാധനങ്ങൾ വിറ്റ് ആ ലേഡിക്ക് പൈസ കൊടുത്തു. എനിക്ക് അവരുടെ ഓഫീസ് അറിയാം. എന്നെ ഇങ്ങനെ പറ്റിച്ച അവരെ ഞാൻ വെറുതെ വിടില്ല. എടാ മണ്ട, പണം കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുവോ? അവരെപ്പോഴേ മുങ്ങിക്കാണും. നീ അവരുടെ വാക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു പോപ്പട്ടെ. എനിക്കൊരു തെറ്റ് പറ്റി. അവരെന്നെ പുകഴ്ത്തിയപ്പോ ഞാൻ വീഴാൻ പാടില്ലായിരുന്നു. സംശയമുണ്ടോ? കുഴപ്പമില്ല, തെറ്റ് പറ്റിയെങ്കിൽ നമുക്കത് തിരുത്താമല്ലോ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. ആ ഐഡി എവിടെയാണെന്ന് ഫോൺ വിളിച്ച് ചോദിക്കേ. കള്ളി വിളിച്ചതായിന്നാ തോന്നുന്നത്. അവര് ഫോൺ എടുക്കുന്നില്ല. സംശയമുണ്ടോ? എന്റെ ഒരു കൂട്ടുകാരന് ഈ ജോലിക്ക് താല്പര്യം ഉണ്ടെന്ന് അവർക്ക് മെസ്സേജ് അയക്ക്. 10 ലക്ഷത്തിന്റെ സാധനം വേണം. പണം ഇന്ന് തന്നെ നൽകും, അതും ക്യാഷ് ആയിട്ട്. ഹലോ പോപ്പട്ട്, നിന്റെ കോൾ മിസ്സായി പോയി. ഐ തിങ്ക് വാഷ്റൂമിലായിരുന്നു. അത് കുഴപ്പമില്ല. 10 ലക്ഷത്തിന്റെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ എത്ര ദിവസം വേണ്ടിവരും? റെഡിയാണ്. നീ പണവും പിന്നെ ആളുകളുമായി വേഗം ഓഫീസിലേക്ക് വരൂ. ഐഡി ഇതാ വന്നോണ്ടിരിക്കുകയാണ്. കുടുങ്ങി. ഇൻസ്പെക്ടർ പാണ്ട, താങ്കളോട് ഞാൻ ഫോണിൽ കൂടി എല്ലാം പറഞ്ഞിരുന്നതല്ലേ? താങ്കളുടെ ടീമുമായിട്ട് വരൂ, ഞങ്ങൾ അവരെ പിടിച്ചു നിർത്താം. എന്റെ സാറിന്റെ ഗതി ഇങ്ങനെ ആക്കി മാറ്റിയല്ലേ? ഞാൻ ഒരിക്കലും ആ ഐഡിയ വെറുതെ വിടില്ല. വരൂ കൂട്ടുകാരെ. ഐഡി നിങ്ങൾ തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പ്രോഡക്ട്സ് റെഡിയാണ്. ടീമിനോട് വന്ന് കൊണ്ടുപോയിക്കോളാൻ പറയൂ. പക്ഷെ
പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം 10 ദിവസം കൊണ്ട് വിറ്റ് തരണം. എന്തിനാ വെറുതെ 10 ദിവസം വെയിറ്റ് ചെയ്യുന്നത്? ഇന്ന് തന്നെ എല്ലാം തീർത്തേക്കാം. സംശയമുണ്ടോ? ഗുഡ്, വെരി ഗുഡ്. മാഡം, എന്റെ കയ്യിൽ ഒരു ബെൽറ്റ് ഉണ്ട്. അതെ, നിങ്ങളുടെ സ്ലിം ബെൽറ്റ് 10 ദിവസം കൊണ്ട് റിസൾട്ട് തരും. പക്ഷേ ഈ ബെൽറ്റ് 10 മിനിറ്റ് കൊണ്ട് റിസൾട്ട് തരും. അത് ശരി. ആ അതെ കിറ്റി, മാഡത്തിന് ഡെമോ ഒന്ന് കാണിക്കേ. വ്യാജ സാധനങ്ങൾ തന്ന് എന്റെ പേര് ചീത്തപ്പേരാക്കിയില്ലേ? ഇനി ശരിക്കുള്ള ബെൽറ്റിന്റെ പവർ അറിയാം. സംശയമുണ്ടോ? എങ്ങോട്ടാ ഓടുന്നത്? നിക്കവിടെ. നീ കാരണം എന്റെ സാറ് കുറെ വിഷമിച്ചു. നിക്കവിടെ. എങ്ങോട്ടാ ഓടുന്നത്? ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. അയ്യോ, എന്റെ അമ്മച്ചി, കിട്ടിയ നീ എന്തിനാ എന്നെ അടിച്ചത്? ഈഷ്! അത് ശരി, ഇത്ര ആൾക്കാരുണ്ടായിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? നിനക്ക് ഇതുപോലെ ജയിലിനകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? ജയിലോ? ഐഡി ജയിലിലേക്ക് പോവില്ല. ഐഡി ജയിലിലേക്കും പോവും, കൂടാതെ 5 വർഷം തട്ടിപ്പ് കേസിൽ ജയിലിലും കിടക്കും. മാത്രമല്ല എല്ലാവരുടെയും പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. സംശയമുണ്ടോ? ഇതിലെല്ലാവരുടെ പണമുണ്ട്. പ്ലീസ് ഇനി ഐഡിയ ജയിലിലേക്ക് വിടരുത്. പ്ലീസ്. ഈഷ്! പണം തിരിച്ചു കൊടുത്താൽ കളിയാകാതിരിക്കില്ല. മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്. പണം കിട്ടിയത് എന്തായാലും നന്നായി. പോപ്പട്ടെ, എല്ലാവരുടെയും പണം കൊടുക്ക്, എന്നിട്ട് സോറി പറ. ശരിയാ, ഇതിന് തുടക്കമിട്ടവരാരായാലും സോറി പറഞ്ഞേ പറ്റൂ. സോറി, സോറി, സോറി. സുഹൃത്തുക്കളെ, ആരെങ്കിലും ആവശ്യമില്ലാതെ പുകഴ്ത്തിയാൽ അവരെ വിശ്വസിക്കരുത്. അതിലൂടെ അവർ നമ്മളെ ദുരുപയോഗം ചെയ്യും. പിന്നെ അവർക്ക് എന്റെ അവസ്ഥയായി പോവും. സംശയമുണ്ടോ? താങ്ക് യു കൂട്ടുകാരെ.